Hi everybody, welcome to all. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ BA ഇംഗ്ലീഷ്, BA മലയാളം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഡിഗ്രി കോഴ്സുകളുമായി ബന്ധപ്പെട്ട് കോംപ്ലിമെൻ്ററി കോഴ്സായി വരുന്ന ജേർണലിസത്തിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററുകളിലേക്കുള്ള ഭാഗങ്ങൾ ഓൺലൈനായി യൂട്യൂബ് മുഖേന നൽകാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത് +2 വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. നേരത്തെ കോളേജ് തലത്തിലും SDE ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ റിസോഴ്സ് പേഴ്സണായും പ്രവർത്തിച്ചതുകൊണ്ട് പല വിദ്യാർത്ഥികൾക്കും അവരുടെ BA ഡിസ്റ്റൻസായി ചെയ്യുന്ന പല വിദ്യാർത്ഥികൾക്കും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല. സ്വന്തമായി വീട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതുകയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാല്യൂ ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സമയത്ത് തന്നെ ഇതേക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്ത കുട്ടികളാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഉദ്യമവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു പാഠഭാഗങ്ങളാണ്, പോർഷൻസാണ് ഈ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ജേർണലിസം എന്ന് കേൾക്കുമ്പോൾ പുതുതായി ഒന്നും തന്നെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നില്ല. എല്ലാം നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഇതിനെ ജേർണലിസം എന്നുള്ളതിനപ്പുറത്ത് ഈ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത് ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്നുള്ള രീതിയിലാണ്. കാരണം കമ്മ്യൂണിക്കേഷനെ കുറിച്ചും മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചും നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ ജേർണലിസ്റ്റിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അപ്പം ഇതെല്ലാം ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും മാസ് മീഡിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുജന മാധ്യമങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മാസ് മീഡിയ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സൊസൈറ്റി, മാസ് മീഡിയേറ്റഡ് സൊസൈറ്റി എന്ന പേരിലാണ് നമ്മുടെ ലോകം നമ്മെ വിശേഷിപ്പിക്കുന്നത്. അത്തരമൊരു കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷനെക്കുറിച്ചും ഈ മാസ് മീഡിയയെക്കുറിച്ചുമാണ് നമ്മുടെ പാഠഭാഗം പറഞ്ഞു തരുന്നത്. അധികമൊന്നും നീട്ടിക്കൊണ്ടു പോവാതെ പോർഷൻസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിങ്ങൾക്ക് മുമ്പിലേക്ക് ആ പോർഷൻസിലേക്ക് തന്നെ കടക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ക്ലാസ്സിന് ശേഷം നിലനിൽക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരങ്ങൾ നൽകുന്നതാണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ സെലക്ട് ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. നമ്മുടെ മൊഡ്യൂൾസ് ആരംഭിക്കുന്ന ഫസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗമാണ് വരുന്നത്. എന്താണ് അതായത് കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത്. ഏതൊരു വിഷയത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ എറ്റിമോളജിക്കൽ ഒരു മീനിങ് നമ്മൾ പഠിക്കാറുണ്ട്. എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം, എന്തായിരുന്നു അതിൻ്റെ അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം എവിടെ നിന്നാണെന്നുള്ളത് നമ്മൾ പഠിക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതാണ്. അതിനകത്തുള്ള ഭാഗങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദ ടേം കമ്മ്യൂണിക്കേഷൻ സ്റ്റെംസ് ഫ്രം ലാറ്റിൻ വേർഡ് കമ്മ്യൂണിസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഉത്ഭവിച്ചിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള
കമ്മ്യൂണിസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. വിച്ച് മീൻസ് കോമൺ. കോമൺ എന്ന് അർത്ഥമുള്ള കമ്മ്യൂണിസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത്. ആൻഡ് ഇറ്റ് ഡിനോട്ട്സ്, ഇത് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ദ ആക്ട് ഓഫ് ഇമ്പാർട്ടിങ്, കൺവേയിങ് ഓർ എക്സ്ചേഞ്ചിങ് ഐഡിയാസ് ത്രൂ സ്പീച്ച്, റൈറ്റിംഗ് ഓർ സയൻസ്. അതായത് കോമൺ എന്ന് കോമൺ എന്നാണ് അർത്ഥം. പക്ഷേ എങ്കിലും ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇമ്പാർട്ടിങ്, ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക, കൺവേ, അവർക്ക് എത്തിച്ചു കൊടുക്കുക, ഓർ എക്സ്ചേഞ്ചിങ്, അവർക്ക് കൈമാറ്റം ചെയ്യുക. എന്താണ് കൈമാറ്റം ചെയ്യുന്നത്? ഐഡിയാസ്, വ്യത്യസ്ത തരത്തിലുള്ള ഐഡിയാസ്, നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ത്രൂ സ്പീച്ച്, സ്പീച്ച് മീൻസ് സംസാരങ്ങളിലൂടെ ആവാം, റൈറ്റിംഗ് എഴുതിയിട്ടാവാം, ഓർ സയൻസ് മറ്റെന്തെങ്കിലും ചിഹ്നങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആൻഡ് ഇറ്റ് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ ഫിസിക്കൽ റിക്വയർമെൻറ്റ് ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷേ ചിന്തിക്കാത്ത ഒരു തലം അതിനുണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഫുഡ്, ഷെൽട്ടർ, ഇവയെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ മീൻസ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാതെ കുറച്ച് നേരം ഇരിക്കുന്നത്, ഒരു ദിവസം ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന വലിയൊരു പണിഷ്മെൻ്റ് ഉണ്ട്. അതെന്താണ്? ആ വലിയ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ റദ്ദ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കൊച്ചു കുട്ടികളുടെ അടുത്ത് ഞാൻ നിൻ്റെ അടുത്ത് മിണ്ടില്ല എന്ന് പറയാറുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ വലിയ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ അടക്കാറുണ്ട്. ഇവിടെയൊക്കെ എന്താണ് ചെയ്യുന്നത്? കുട്ടികളുടെ അടുത്ത് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ കുട്ടികൾക്കത് ഫീൽ ചെയ്യും, അല്ലേ? അപ്പോൾ കുട്ടികൾക്കത് ബുദ്ധിമുട്ടാവും. നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റിയിട്ട് ജയിലിൽ കൊണ്ടുപോയിടും. പൊതുജനങ്ങളുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ റദ്ദ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ഒരു ശിക്ഷയാണ് കമ്മ്യൂണിക്കേഷൻ റദ്ദ് ചെയ്യുക എന്നുള്ളത്. ഭക്ഷണം കൊടുക്കാതിരിക്കലോ അല്ലെങ്കിൽ താമസം കൊടുക്കാതിരിക്കലോ അല്ല. അതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് സംസാരിക്കാതിരിക്കുക, അവരോട് ബന്ധമില്ലാണ്ട് ഇരിക്കുമ്പോൾ അത് വല്ലാതെ അവരെ ഫീൽ ചെയ്യിപ്പിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ എക്സ് കമ്മ്യൂണിക്കേഷൻ എന്നും കൂടെ പറയും. ഒരാളടുത്ത് സംസാരിക്കാതെ അവരെ മാറ്റി നിർത്തുന്നതിനെ നമ്മൾ എക്സ് കമ്മ്യൂണിക്കേഷൻ എന്നും കൂടെ പറയും. അതാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ? അതായത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം? സിംപ്ലി ഡിഫൈൻഡ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ആർട്ട് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻസ്, ഐഡിയാസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. സിമ്പിളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ ആർട്ട് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ. ഒരു ആർട്ടാണ്, ഒരു കലയാണ്. എല്ലാവർക്കും ഒരേപോലെ സംസാരിച്ച് നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയത്തെ മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചോളണമെന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഐഡിയാസ്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ്, ഇവയെല്ലാം ഒരാളിൽ ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആശയങ്ങളെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കലയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ഡെഫിനിഷൻ ഇതിനകത്തുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അത് പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ജോസഫ് എ ഡെവിറ്റോ എന്ന് പറയുന്ന ഈ മേഖലയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി ഇതിന് ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. എന്താണ് ആ ഡെഫിനിഷൻ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അത് ഉദ്ദേശിക്കുന്നത് ദ ആർട്ട് ബൈ വൺ ഓർ മോർ പേഴ്സൺസ്, ദ ആക്ട് ബൈ വൺ ഓർ മോർ പേഴ്സൺസ്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾ, ഇവിടെ ഒരു വ്യക്തി കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഒരു വ്യക്തിക്കുള്ളിലും കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്ക്. അത് നമ്മൾ പിന്നെ പറയുന്നുണ്ട്. ഒരു വ്യക്തി അവനോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില സമയങ്ങളുണ്ട്. അപ്പോൾ ആക്ട് ബൈ വൺ
ഓർ മോർ പേഴ്സൺസ്, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ്, മെസ്സേജുകൾ ഒരാളിൽ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ. ഡിസ്റ്റോർട്ടഡ് ബൈ നോയ്സ്, ഇതിനകത്ത് ഡിസ്റ്റോർട്ട് ബൈ നോയ്സ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നോയ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് നോയ്സ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് അതിനെ പുറത്തു നിന്ന് ഇൻ്ററപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ന്യൂയിസൻസ് എന്നൊക്കെ പറയുന്നത്, ശല്യങ്ങൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതേപോലെയുള്ള സംഭവങ്ങളെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. അത് വിശദമായിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പം ഡിസ്റ്റോർട്ടഡ് ബൈ നോയ്സ് വിത്ത് എ കോണ്ടെക്സ്റ്റ്, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, വിത്ത് സം എഫക്റ്റ്, അതിന് ചില പരിണിത ഫലങ്ങളുണ്ടാവും. നമ്മൾ ഒരാളത്തെ ഒരു കാര്യം പറഞ്ഞാൽ അയാളത് കേൾക്കുക, മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും. വിത്ത് സം ഓപ്പർച്യൂണിറ്റി ഫോർ ഫീഡ്ബാക്ക്, അവിടെ ആ കൺവേ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫീഡ്ബാക്കിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെ നൽകുന്നു. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് എ ഡെവിറ്റോ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്നോ രണ്ടോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾ മെസ്സേജുകൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷനിൽ നോയ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കടന്നു വരും. അതായത് നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് റേഞ്ച് കട്ടായി പോവുക, നമ്മൾ റോഡരികിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അതിലൂടെ ഒരു വലിയ വാഹനം കടന്നു പോകുമ്പോൾ അതിൻ്റെ സൗണ്ട് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ആ നമ്മൾ കൈമാറുന്ന മെസ്സേജിനെ ഇൻ്ററപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവും. ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. കോണ്ടെക്സ്റ്റൊക്കെ നമ്മൾ പിന്നീട് എലമെൻറ്റ്സ് ഇതിനെ തൊട്ട് പുറകിൽ പഠിക്കുന്നുണ്ട്. ഒരു സന്ദർഭത്തിലായിരിക്കും, എല്ലാ സന്ദർഭത്തിലും നമ്മൾ ഒരേപോലെ സംസാരിച്ചോളുന്നില്ല. പിന്നെ വിത്ത് സം എഫക്റ്റ്, പിന്നെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആളുകളിൽ ചില മാറ്റങ്ങൾ, പരിണിത ഫലങ്ങളുണ്ടാക്കും. അപ്പോൾ അവയാണ് അങ്ങനെ എഫക്റ്റിനുള്ള ഒരു സാധ്യത കൂടെ അവിടെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. വിത്ത് സം ഓപ്പർച്യൂണിറ്റി ഫോർ ഫീഡ്ബാക്ക്, ഒരു ഫീഡ്ബാക്കും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തുടക്കത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഇൻട്രോ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഈ പറയപ്പെട്ട സംഭവങ്ങളെല്ലാം കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയും പഠിക്കുകയും വേണം. ഓക്കെ. ഇനി നമ്മൾ പഠിക്കുന്നത് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ കാര്യങ്ങൾ പിന്നെ ഒരു കമ്മ്യൂണിക്കേഷനകത്തും ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ബസ് എന്ന് പറയുമ്പോൾ അതിന് ചക്രമുണ്ട്, ബോഡിയുണ്ട്, സീറ്റുണ്ട്, സ്റ്റെയറിംഗ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൂടിച്ചേർന്നതാണല്ലോ ഒരു ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ കൂടിച്ചേർന്നാലേ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ, പൂർത്തിയാവുള്ളൂ. ആ സംഭവങ്ങൾ എന്തൊക്കെയാണ്? 10 കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കുന്നത്. വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഒന്നുമില്ല, നമ്മൾ പെട്ടെന്ന് മനസ്സിലാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അതിനകത്തുള്ളത്. ഈ സംഭവങ്ങളും എസ്എ ക്വസ്റ്റ്യനായിട്ട് കാണാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ ഒന്നാമത്തത് സെൻഡർ അല്ലെങ്കിൽ സോഴ്സ് എന്നുള്ളതാണ്. സെൻഡർ അല്ലെങ്കിൽ സോഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഐഡിയ, ഞാനിത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, മാറ്റി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ടെക്സ്റ്റ് മാറ്റർ ഞാൻ കോപ്പി ചെയ്തിട്ടും സ്ക്രീനിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം സെൻഡർ അല്ലെങ്കിൽ സോഴ്സ് എന്നുള്ളതാണ് ഒന്നാമത്തേത്. ദ ഐഡിയ ജനറേറ്റിംഗ് സോഴ്സ്, ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന സോഴ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ കൈമാറുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഐഡിയ കൈമാറുന്ന, ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന സോഴ്സിനെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. അയക്കുന്ന ആൾ സെൻഡർ അല്ലെങ്കിൽ സോഴ്സ്, ഉറവിടം. ഈ 2 പേരിലും അറിയപ്പെടും. ഹി ഓർ ഷീ ഇനീഷ്യേറ്റീവ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, അവരാണ് ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. സെൻഡർ ക്രിയേറ്റ് മെസ്സേജസ് ഫ്രം ദ ഐഡിയാസ് ബോൺ ഇൻ ഹിസ് മൈൻഡ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളിൽ നിന്ന് മെസ്സേജുകൾ ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ മനസ്സിലുള്ളൊരു സംഭവത്തെ നമ്മൾ വായിലൂടെ മറ്റൊരാൾക്ക് കൊടുക്കും. വായിലൂടെയോ ആംഗ്യ ഭാഷകളിലൂടെയോ പല രീതിയിലും കൊടുക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ പുറകെ പഠിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ കൈമാറുന്ന ആളെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. സോ സെൻഡർ ഈസ് ആൾസോ നോൺ ആസ് സോഴ്സ്. അടുത്തതായി
രണ്ടാമതായി നമുക്ക് പഠിക്കാനുള്ളത് ഇതിനകത്ത് രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് റിസീവറാണ്. റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷനിൽ മെസ്സേജ് സ്വീകരിക്കുന്ന ആളാണ്. ഒരു സെൻഡറിനെ നമ്മൾ പഠിച്ചു, അയക്കുന്ന മെസ്സേജുകൾ സ്വീകരിക്കുന്ന ആളെയാണ് നമ്മൾ റിസീവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. റെസിപ്പിയൻ്റ് ഓഫ് ദ മെസ്സേജ്, ആ മെസ്സേജിൻ്റെ റിസീവ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ റിസീവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആഫ്റ്റർ റിസീവിങ് ദ മെസ്സേജ് ഹി ഡീകോഡ്സ് ദ മെസ്സേജ്. ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞ് അദ്ദേഹം അതിനെ ഡീകോഡ് ചെയ്യുന്നു. ഒരു മെസ്സേജായിട്ട് ശബ്ദ സന്ദേശമായിട്ട് കിട്ടിയ സൗണ്ട് വേവ്സിലൂടെ നമുക്ക് കിട്ടിയ ഒരു സംഭവത്തെ നമ്മളൊരു ഐഡിയ ആക്കി നമ്മുടെ മനസ്സിലേക്ക് മാറ്റിയെടുക്കുന്നതിനാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. അതും പുറകെ വരുന്നുണ്ട്. ഡീകോഡിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻ്റർപ്രറ്റിംഗ് ദ മെസ്സേജ് സെൻഡ് ബൈ ദ സോഴ്സ് സെൻഡ് ചെയ്ത മെസ്സേജിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ്, ഇൻ്റർപ്രറ്റ് ചെയ്ത് വിശകലനം ചെയ്ത് മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ത്രൂ ഡീകോഡിംഗ് ദ മീനിങ് ഓഫ് ദ മെസ്സേജ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ മൈൻഡ് ഓഫ് ദ റിസീവർ. ഇതിലൂടെ ഇങ്ങനെ ഡീകോഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സെൻഡർ പറഞ്ഞ കാര്യത്തെ അല്ലെങ്കിൽ അയച്ച കാര്യത്തെ റിസീവർ മനസ്സിലാക്കി എടുക്കുന്നു. അടുത്തത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ദ സിറ്റുവേഷൻ വേർ എ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി ടേക്ക് പ്ലേസ്. അതായത് ആ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി നടക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്ത സിറ്റുവേഷനുകളിൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ ആൾവേസ് ഒക്കേഴ്സ് വിത്ത് ഇൻ എ കോണ്ടെക്സ്റ്റ്. ഏതെങ്കിലും സന്ദർഭത്തിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ദ കോണ്ടെക്സ്റ്റ് ഡിഫൈൻ ദ നേച്ചർ ഓഫ് എവരി കമ്മ്യൂണിക്കേഷൻ. ആ കോണ്ടെക്സ്റ്റ് ഡിഫൈൻ ചെയ്യും എന്ത്, അതിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ്റെ നേച്ചർ ഡിഫൈൻ ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ക്യാൻ റെസ്ട്രിക്റ്റ് ഓർ കോംപ്ലിമെൻറ്റ് യുവർ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആ കോണ്ടെക്സ്റ്റ് ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ റെസ്ട്രിക്റ്റ് ചെയ്യും, ചില തടസ്സങ്ങൾ ഉണ്ടാക്കും, ചിലപ്പോൾ കോംപ്ലിമെൻറ്റ് ചെയ്യും. കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദോരാതെ സംസാരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. ചില കോണ്ടെക്സ്റ്റിൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കും, ചില കോണ്ടെക്സ്റ്റിൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു പക്ഷേ നമ്മൾ ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് നമ്മുടെ കൂട്ടുകാരാണ് നമ്മുടെ കൂടെ ഉള്ളെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സംസാരിക്കാൻ കഴിയും. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ ആ സിറ്റുവേഷനും കമ്മ്യൂണിക്കേഷനിൽ പ്രധാനപ്പെട്ടൊരു എലമെൻ്റാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നത് ബിഹേവിയർ ഇൻ എ ക്ലാസ് റൂം വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് പ്ലേയിങ് ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെ ആവില്ല ഒരു ക്ലാസ് റൂമിൽ പറയുന്നത്. ക്ലാസ് റൂമിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും, എന്നാൽ പ്ലേ ഗ്രൗണ്ടിൽ നമുക്ക് കോംപ്ലിമെൻ്റ് ചെയ്യും അല്ലേ. കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ നമുക്ക് സംസാരിക്കാനുള്ള അവസരം അവിടെ ഒരുക്കുന്നു. നാലാമത്തേത് മെസ്സേജാണ്. അതായത് നമ്മൾ എന്താണോ സോഴ്സ് എന്താണോ റിസീവറിലേക്ക് കൈമാറുന്നത്, ആ കൈമാറുന്ന അതിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. മെസ്സേജ് ഈസ് എനിത്തിങ് ദാറ്റ് സെൻഡ് ഓർ റിസീവ്ഡ് ത്രൂ എ സെൻസറി ചാനൽസ്. സെൻസറി ചാനൽസ് നമ്മുടെ ത്വക്ക്, നാക്ക്, കണ്ണ്, മൂക്ക് എന്ന് പറയുന്ന ഈ സെൻസറി ചാനൽസ് വഴി അയക്കുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്ന എന്തിനേയും നമുക്ക്, അതായത് നമ്മൾ ഈ സെൻസറി ചാനലുകൾ മുഖേന മനസ്സിലാക്കിയെടുക്കുന്ന എന്തിനേയും, ഇപ്പോൾ നമ്മൾ ത്വക്ക്, സെൻസറി ചാനലാണ് ത്വക്ക് അല്ലേ, തൊലിയിലൂടെ നമ്മളൊരു സംഭവത്തെ തൊട്ട് മനസ്സിലാക്കുകയാണ്. അതിൽ തൊട്ടാൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കൈവലിക്കും, ഒന്നുകിൽ അത് ചൂടുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ അത് ചൂടുണ്ട് എന്നുള്ളൊരു വിഷയം നമ്മളിലേക്ക് കൈമാറിയിട്ടുണ്ട്. ചിലപ്പോൾ കറണ്ട് ഉണ്ട് എന്നുള്ള മെസ്സേജ് നമുക്ക് കൈമാറും. അപ്പോൾ അങ്ങനെയുള്ള തൊട്ടോ ഏതെങ്കിലും സെൻസറി ചാനൽ വഴി നമ്മൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനെ നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നു. ദേ ക്യാൻ ബി വെർബൽ ഓർ നോൺ വെർബൽ. അതൊരു പക്ഷേ വെർബൽ ആയിരിക്കാം, ത്രൂ ലാംഗ്വേജിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ വെർബൽ ആയിരിക്കും, അത് ആംഗ്യഭാഷകളിലൂടെയോ മറ്റെന്തെങ്കിലും രൂപത്തിൽ. ഇപ്പോൾ നമ്മൾ ട്രാഫിക് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആരും പറയാതെ നമ്മൾ വണ്ടി നിർത്തുന്നു. എന്തുകൊണ്ടാണ്? അവിടെ ചുവന്ന സിഗ്നൽ കത്തിക്കിടക്കും അല്ലേ. അവിടെ ഒന്നുമില്ല, ഒരു വെർബലും ഒന്നുമില്ല, പക്ഷെ ഒരു വേർഡും ഇല്ല, പക്ഷെ അവിടെ നമ്മൾ ചുവന്ന സിഗ്നൽ കണ്ടു, അപ്പോൾ നിർത്തുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ സൈനാണ് അവിടെ, ഒരു ചിഹ്നം അല്ലെങ്കിൽ ഒരു നിറം നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുകയാണ്. പച്ച കത്തുമ്പോൾ നമ്മൾ ആരും പറയാതെ വണ്ടി എടുത്ത് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനൊക്കെയാണ് നമ്മൾ
മെസ്സേജ് എന്ന് പറയുന്നത് അത് ഒരിക്കൽ ചിലപ്പോൾ വെർബൽ ആവാം, ചിലപ്പോൾ നോൺ വെർബൽ ആവാം. ഇതിനൊക്കെ തുടർച്ച നമ്മൾ പുറകെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും നമുക്ക് കാര്യങ്ങൾ. വെർബൽ മെസ്സേജസ് ആർ ദ റിട്ടൺ ഓർ സ്പോക്കൺ ഇൻ എ ലാംഗ്വേജ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയതോ അല്ലെങ്കിൽ പിന്നെ വാമൊഴിയായിട്ടോ നൽകുന്നതാവാം. നോൺ വെർബൽ മെസ്സേജസ് ക്യാൻ ബി ദ ഡ്രസ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ഡ്രസ്സായിരിക്കാം. യൂണിഫോം ഇട്ട് പോകുന്നൊരു കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സ്കൂൾ വിദ്യാർത്ഥിയാണെന്നുള്ളത് നമ്മൾ ആ ഡ്രസ്സിങ് കൺവേ ചെയ്യുന്നു. പോലീസുകാരൻ്റെ യൂണിഫോമിൽ കണ്ടു കഴിഞ്ഞാൽ അതിൽ തന്നെ അവരുടെ പിന്നെ അവരണിഞ്ഞിട്ടുള്ള സ്റ്റാറുകൾ, പിന്നെ അവരുടെ തൊപ്പി, അവരുടെ ബാഡ്ജുകൾ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോലീസിൽ തന്നെ ഇതിൽ ഏത് ഉദ്യോഗം വഹിക്കുന്ന ആളാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഡ്രസ്സ് ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുള്ള എക്സാമ്പിളാണ്. ജസ്റ്റേഴ്സ് നമ്മുടെ ആംഗ്യങ്ങൾ, പോസ്റ്റേഴ്സ് നമ്മുടെ നൃത്തങ്ങൾ, പിന്നെ ചില ബോഡി ലാംഗ്വേജുകൾ, ടോൺ നമ്മുടെ ടോൺ ആൻഡ് പിച്ച് വേരിയേഷൻസ് ഓഫ് ദ സൗണ്ട്, സൗണ്ടിലുള്ള പിച്ചിലുള്ള വേരിയേഷൻസ് അല്ലേ, സൗണ്ടിൻ്റെ ടോണിലും പിച്ചിലുള്ള വേരിയേഷൻസ് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ. അതൊക്കെ നമ്മൾ പുറകിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. അതായത് നമ്മൾ പിന്നെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്തും സന്തോഷത്തിലിരിക്കുന്ന സമയത്തും ചിലപ്പം ഒരേ കാര്യം തന്നെ ആയിരിക്കും പറയുന്നത്. പക്ഷേ അതിൻ്റെ ടോണിൽ വ്യത്യാസം വരുത്തിക്കഴിഞ്ഞാൽ പിന്നെ വ്യത്യാസങ്ങൾ വരും. ഒരേ വാക്ക് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്, പക്ഷേ ടോണിൽ കുറച്ച് കനപ്പിച്ച് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് പറയാമെന്നുള്ളത് മനസ്സിലാവും അല്ലേ. നമ്മളടുത്ത് ചായ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയും. ചായ വേണമെന്ന് വെച്ചാൽ വേണ്ട വേണ്ട എന്ന് നമ്മൾ ചിലപ്പം സാധാരണ പറയാറുണ്ട്. ചിലപ്പോൾ വേണ്ട എന്നല്ലേ പറഞ്ഞ്, അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോൾ കുറച്ച് കനപ്പിച്ച് പറയുമ്പോൾ അതിന് അർത്ഥം മാറുന്നുണ്ട്. അപ്പോൾ ഇത് ടോൺ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. കളർ ആൻഡ് സ്പേസ്, ഇതെല്ലാം ഡിസ്റ്റൻസ്, രണ്ടാളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതൊക്കെ പുറകെ നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ പറയാം. അടുത്തത് അഞ്ചാമത്തേത് ചാനലാണ്. ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെസ്സേജ് അയക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമം ആണ്. ഈ മെസ്സേജ് അയക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ് ചാനൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മീഡിയം ദാറ്റ് ക്യാരീസ് ദ മെസ്സേജ് ഫ്രം എ സെൻഡർ ടു റിസീവർ. ഒരു സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് മെസ്സേജ് വഹിച്ചു കൊണ്ടുപോകുന്ന മാധ്യമത്തെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. അത് എന്തൊക്കെയാവാം? ഇൻ എ ഫേസ് ടു ഫേസ് സിറ്റുവേഷൻ, മുഖത്തോട് മുഖം നോക്കിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരേ ലൊക്കേഷനിൽ തന്നെ, ഒരു കോണ്ടാക്ട് ഒരു ലൊക്കേഷനിൽ നിന്ന് സംസാരിക്കുമ്പോൾ എയർ ഈസ് ദ ചാനൽ. എയർ ആണ് ചാനൽ. നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ നിന്ന് സംസാരിക്കുമ്പോൾ ത്രൂ എയർ ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ എയറിലൂടെ സൗണ്ട് വേവ്സ് വിട്ടിട്ടാണ് നമ്മൾ മറ്റൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എയർ ആവാം. എയർ ക്യാരീസ് സൗണ്ട് വേവ്സ് ഫ്രം സെൻഡേഴ്സ് മൗത്ത് ടു ദ ഇയേഴ്സ് ഓഫ് റിസീവേഴ്സ്. സെൻഡറുടെ മൗത്തിൽ നിന്ന് സൗണ്ട് വേവ്സിനെ ഈ റിസീവറുടെ ചെവിയിലെത്തിക്കുന്നത് എയറാണ്. ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസുമായിട്ട്, ജനക്കൂട്ടവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയത്തെയാണ് നമ്മൾ മാസ് മീഡിയ എന്ന് പറയുന്നത്. അപ്പം ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ദ മാസ് മീഡിയ ലൈക്ക് ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, ടെലിവിഷൻ വർക്ക് ആസ് എ ചാനൽ. അപ്പം നമുക്ക് എഴുതിയിട്ട് അറിയിക്കാൻ പറ്റുന്ന ന്യൂസ് പേപ്പറുകൾ, ഇതെല്ലാമാണ് ചാനലുകൾ എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നമ്മളുടെ കയ്യിലുള്ള മെസ്സേജിനെ മറ്റൊരാളിലേക്ക് കൈമാറാൻ ഉപയോഗിച്ചിട്ടുള്ള മാധ്യമം ഏതാണോ അതിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ടെലിഫോൺ, ദ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് ദ ചാനൽ. ഒരു ടെലിഫോണിൻ്റെ കാര്യത്തിൽ ആ ഒരു സിസ്റ്റം, ടവറും റേഡിയോ തരംഗങ്ങളും അതുപോലെ ഈ ഇലക്ട്രോണിക് വേവ്സ്, ഇതൊക്കെ കൂടെ ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ, ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത്. ആ മൊബൈൽ സെറ്റ് ഉൾപ്പെടും, റിസീവർ ഉൾപ്പെടും, എല്ലാം ഉൾപ്പെട്ടിട്ടാണ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചാനലും ഒരു കമ്മ്യൂണിക്കേഷന് അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ആറാമത്തത് നോയ്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എനിത്തിങ് ദാറ്റ് ഡിസ്റ്റോർട്ട് ഓർ ഇൻ്റർഫിയർസ് വിത്ത് ദ മെസ്സേജ്. മെസ്സേജുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്ന, അതിൽ കയറി ഇടപെടുന്ന ഒരു കാര്യം നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ, ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ അപ്പുറത്ത് നിന്ന് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതിനകത്ത് നമ്മൾ കേൾക്കുമ്പോൾ കേട്ടത് വ്യക്തമായി കേൾക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ആ മെസ്സേജിൻ്റെ കൈമാറ്റത്തെ ശല്യപ്പെടുത്തുന്ന, അതിന് കയറി ഇടപെടുന്ന എന്തിനേയും നമുക്ക് നോയ്സ് എന്ന് പറയാം.
നോയ്സ് ഒക്കേഴ്സ് ഇൻ ആൾ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എല്ലാ കമ്മ്യൂണിക്കേഷൻ ഫോംസ് വരുന്നുണ്ട്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പുറകെ വരുന്നുണ്ട്. അപ്പം ഏത് കമ്മ്യൂണിക്കേഷനിലും ഈ നോയ്സ് ഉണ്ടാവും. ദേ ആർ ആൾസോ കാൾഡ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവയെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അടുത്തത് എൻകോഡിംഗ് ആണ്. എൻകോഡിംഗ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻകോഡിംഗ് മീൻസ് ദാറ്റ് ദ മെസ്സേജ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എ ലാംഗ്വേജ് ഓർ കോഡ് സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്മിഷൻ ടു ദ ഇൻറ്റൻഡഡ് റിസീവേഴ്സ്. നമ്മൾ ഉദ്ദേശിക്കുന്ന റിസീവേഴ്സിന് മനസ്സിലാവുന്ന തരത്തിൽ, അവർക്ക് മനസ്സിലാകുന്ന ഏറ്റവും അനുയോജ്യമായ തരത്തിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയത്തെ എന്താ പറയുക, മെസ്സേജ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ പിന്നെ എന്താണ്, മനസ്സിൽ അല്ലെങ്കിൽ ഒരു മാങ്ങ എന്ന് പറയണം നോക്കുക, മാങ്ങ എന്ന് പറയണം നോക്കുക. അതാണ് നമ്മുടെ മനസ്സിലുള്ള, അയാൾ ചോദിച്ചതിനുള്ള ആൻസറാണ്. ഇപ്പം ഈ ജ്യൂസ് എന്ത് ജ്യൂസാണ് എന്ന് ചോദിച്ചപ്പോൾ നമുക്കത് മാംഗോ ജ്യൂസാണെന്ന് പറയണം. അപ്പോൾ നമ്മൾ ഒരു ഇംഗ്ലീഷുകാരനാണ് നമ്മുടെ മുമ്പിലുള്ളത് നോക്കുക, അദ്ദേഹത്തോട് നമുക്ക് മാങ്ങ എന്ന് പറയാൻ പറ്റില്ല, നമ്മളതിനെ മാംഗോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാംഗ്വേജ് മാറ്റും അല്ലേ. മലയാളിയാണെങ്കിൽ മാങ്ങ എന്ന് നമ്മൾ പറയും. കേൾക്കാൻ കഴിവില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സൈന്, ഏതെങ്കിലും ഒരു നമ്മളെ ആശയത്തെ എന്തു ചെയ്യും, ഒരു ആംഗ്യ ഭാഷയിലൂടെ കാണിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ചിത്രം കാണിച്ചു കൊടുക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയത്തെ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് കോഡ് ചെയ്യപ്പെടുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് സെൻഡറാണ്. സെൻഡർ ഒരാശയം കേൾക്കുന്ന റിസീവർക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഡീകോഡിംഗ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ദ ആക്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓർ കോംപ്രഹെൻസിങ് എ മെസ്സേജ് is referred to as decoding. When we speak, we are putting our ideas into sound waves. Encoding. അതായത് നമ്മൾ ഇപ്പം ഇങ്ങനെ കോഡ് ചെയ്ത് അയാൾ അയച്ചു, അയാൾ പറഞ്ഞെന്ന സംഭവം ഇന്നതാണ്, ആ കേട്ട സൗണ്ട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ, ചിലപ്പം ട്രാഫിക് ജംഗ്ഷനിൽ പോലീസുകാരുണ്ടാവും. പോലീസുകാർ ചിലപ്പോൾ സ്റ്റോപ്പ് എന്ന് പറയും. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും അല്ലേ. ചിലപ്പം അവർ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുകയേ ചെയ്യുള്ളൂ, നമ്മൾ നിർത്തും അല്ലേ. അയാൾ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ അതിനർത്ഥം നിൽക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. അയാളൊരു സൈനാണ് നൽകിയിട്ടുള്ളത്. ആ സൈനിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് അത് നിർത്താൻ പറഞ്ഞതാണെന്നുള്ളത്. അയാൾ ഒരു ലൈറ്റ് കാണിച്ചു, ആ ലൈറ്റ് ചുവപ്പായിരുന്നു, ചുവപ്പാണെങ്കിൽ അത് നിൽക്കാനാണ്, പച്ച കാണിച്ചു അപ്പോൾ പോവാനാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അതായത് സെൻഡർ അയച്ച മെസ്സേജിനെ മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ബൈ ട്രാൻസ്ലേറ്റിംഗ് സൗണ്ട് വേവ്സ് ഇൻ ടു ഐഡിയാസ്. അതായത് ആ സൗണ്ട് വേവ്സിനെ അവർ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണ്, സൗണ്ട് വേവ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ സൗണ്ടിലൂടെയാണ് പറഞ്ഞത്. ആ പറഞ്ഞതിനെ നമ്മൾ ഇപ്പോൾ നമ്മുടേതല്ലാത്തൊരു ഭാഷയിൽ മറ്റൊരാൾ പറഞ്ഞു, നമുക്ക് കുറച്ചൊക്കെ അറിവുണ്ട് ആ ഭാഷയെക്കുറിച്ച്, അവർ നമുക്ക് പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ ഇയാളിപ്പോൾ പറഞ്ഞത് അതിൻ്റെ മീനിങ് ഇന്നതാണ്, അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഇൻ്റർപ്രറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്ന ആ പ്രോസസ്സാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദ മെസ്സേജ്. അതാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. 9ാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. റെസ്പോൺസ് ടു ദ സെൻഡേഴ്സ് മെസ്സേജ് ബൈ ദ റിസീവർ ആഫ്റ്റർ ഇൻ്റർപ്രറ്റിംഗ് ദ മീനിങ് ഓഫ് മെസ്സേജ്. അയാൾ പറഞ്ഞ മെസ്സേജ്, ഒരു സെൻഡർ അയച്ച മെസ്സേജ് മനസ്സിലാക്കി അതിന് മറുപടി കൊടുക്കുന്നതാണ്. അപ്പം തന്നെ ആ സ്പോട്ടിൽ മറുപടി കൊടുക്കുന്നതിനാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. റെസ്പോൺസ് ടു ദ
സെൻഡേഴ്സ് മെസ്സേജ് ബൈ ദ റിസീവർ. ആ പറയുന്ന മെസ്സേജിന് റിസീവർ കൊടുക്കുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഒരാൾ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ തലയാട്ടിയിട്ട് മനസ്സിലായി എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കരയുന്നു, അയാൾ പറയുന്ന, അല്ലെങ്കിൽ രോഷാകുലനാവുന്നു ഒരാളൊരു കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. ദ റിസീവർ എൻകോഡ്സ് ഹിസ് റെസ്പോൺസ് ഇൻ ടു അനദർ മെസ്സേജ്, ദെൻ ഇറ്റ് ഈസ് സെൻഡ് ടു ദ സെൻഡർ ത്രൂ എ മീഡിയം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരാൾ സെൻഡർ റിസീവറിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നു, അയാളത് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി എടുത്തിട്ട് ഇനി ഇതാണ് മറുപടി കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം തന്നെ വീണ്ടും എൻകോഡ് ചെയ്യുന്നു, എന്നിട്ട് സെൻഡറിലേക്ക് കൊടുക്കുന്നു. സെൻഡർ അവിടെ ഡീകോഡ് ചെയ്യുന്നു, എൻകോഡ് ചെയ്യുന്നു. അതിനൊരു മോഡൽ നമ്മൾ പഠിക്കുന്നുണ്ട് പുറകെ, അപ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്ര പഠിച്ചു വെക്കാം. എന്ത് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് ടു ദ സെൻഡർ മെസ്സേജ് എന്നുള്ളത് പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ എഫക്റ്റ് ആണ്. എഫക്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ കോൺസിക്വൻസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആർ ടേംഡ് ആസ് എഫക്റ്റ്. കോൺസിക്വൻസസ്, പരിണിത ഫലം. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഫലം ഉണ്ടാവും അല്ലേ? റെസ്പോൺസ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, അതിനൊരു ഫലം. ഒരാളുടെ അടുത്ത് കുറേ ഉപദേശിച്ച് അയാൾ നന്നായി എന്ന് നോക്കുക, നല്ല മനുഷ്യനായി മാറി, അതാണ് എഫക്റ്റ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും പല എഫക്റ്റും ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പരദൂഷണം പറയാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് മറ്റൊരാളെ പറ്റി കുറേ പരദൂഷണം പറഞ്ഞു. ഇത് കേട്ട ആളെ പോയിട്ട് 4 അടി അടിച്ചാൽ അതാണ് അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അതിനൊരു പരിണിത ഫലം ഉണ്ടാവും. അപ്പം ദ കോൺസിക്വൻസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആർ ടേംഡ് എഫക്റ്റ്. അപ്പം ഈ കോൺസിക്വൻസസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. അത് തീർച്ചയായിട്ടും എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അത് എഴുതേണ്ടതാണ്. എവറി ആക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ മേക്സ് സം എഫക്ട്സ് ഓൺ ഇറ്റ്സ് പാർട്ടിസിപ്പൻസ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ചലനങ്ങൾ ഈ സെൻഡറിലും റിസീവറിലും ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പിന്നെ എന്താ പറയുക, നമ്മുടെ മനസ്സിൽ ഒരു സങ്കടം അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഒരു സങ്കടം നമ്മൾ എടുക്കാം. ഒരു സങ്കടം മനസ്സിലുണ്ടെങ്കിലും നമ്മൾ മറ്റൊരാളത്ത് പോയി കുറേ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടും അല്ലേ? അതൊരു പരിണിത ഫലമാണ്. അത് ആരിലാണ് ഉണ്ടാക്കിയത്? റിസീവറിലല്ല ഉണ്ടാക്കിയത്, ആരിലാണ്? സെൻഡറിലാണ് ഉണ്ടാക്കിയത് അല്ലേ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കിട്ടും. അതാണ് പരിണിത ഫലം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ദെൻ എ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് അച്ചീവ്സ് ദ ഡിസൈർഡ് എഫക്റ്റ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. പബ്ലിക് സ്പീക്കേഴ്സ് ആർ സെഡ് ടു ബി സക്സസ്ഫുൾ ഓൺലി വെൻ ദെയർ ഐഡിയാസ് അണ്ടർസ്റ്റുഡ് ആൻഡ് അക്സെപ്റ്റഡ് ബൈ ദ ഓഡിയൻസ്. പബ്ലിക് സ്പീക്കേഴ്സ് ഉണ്ടായിരിക്കും, അവർ ജനങ്ങളോട് പോയിട്ട് ഒരു കാര്യം പറയുമ്പോൾ പബ്ലിക്കിൽ സംസാരിക്കുന്ന സമയത്ത് അത് ആളുകൾക്ക് മനസ്സിലാകുകയും അവരതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ കമ്മ്യൂണിക്കേഷൻ സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പറയുന്നത്. ബാക്കിയുള്ള വീഡിയോസ് തൊട്ടടുത്ത എപ്പിസോഡുകളിലായിട്ട് നൽകാൻ ശ്രമിക്കും. നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കുകളായിട്ട് കമൻ്റായിട്ട് നൽകണം. അതിനനുസരിച്ച് തുടർന്നുള്ള വീഡിയോകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഇതേപോലെ പഠിക്കുന്ന ജേർണലിസം പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്കുകൾ കമൻറ്റിലൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.